ഒരു പ്രാവശ്യം പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആ പ്ലാന്റ് എനിക്കും കിട്ടിയേ. നമ്മുടെ സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ്, അതല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ, ആ ഒരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ഇതിൻ്റെ ആ ഫ്ലവറൊന്നും ഞാനങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഒരു ചെടിയിൽ തന്നെ 2-3 കളറാകും എന്നല്ലേ പറയുന്നത്. നല്ല മണമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗാർഡനിലും നമ്മൾ വെച്ചിട്ടുണ്ട്. പിടിക്കുമോ, പൂവുണ്ടാകുമോ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇവിടെയാണ് നമ്മൾ വാഴച്ചെടി, കാനവാഴയൊക്കെ നിന്നെടുത്ത് കാനവാഴയും റോസയും മാത്രമേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. കൂടുതലും അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സൺഡേ മൺഡേ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാണ്ടറിങ് ജൂൻ്റെ ആ ഒരു ഭാഗത്തും വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ല തളിർപ്പുകളും ശാഖകളും ഒക്കെ വരുന്നുണ്ട്. അത് ആ ചെമ്പരത്തി ഒരുപാട് പൊക്കം വെക്കാണ്ട് കുറച്ച് കുറ്റിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്തൊക്കെ വെച്ചത്. ഇതൊക്കെ രാവിലെയുള്ള കലാപരിപാടികളാണ്. വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ചായയൊക്കെ ഇട്ടതിന് ശേഷമുള്ള തേയില മട്ടും അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെയൊക്കെ ഡൈല്യൂട്ടാക്കി ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. റോസയ്ക്കും ഒക്കെ ഒഴിക്കണം. പിന്നെ ഇവിടെ ഒരുപാട് വാഴച്ചെടിയൊക്കെ പൂവ് കഴിഞ്ഞത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. കാരണം പുതിയ ചെറിയ തൈകളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ നിൽക്കുമ്പോഴത്തേന് ഇതിലിനി പൂവ് ഉണ്ടാവില്ലല്ലോ, അപ്പം ഒരു ഭംഗി കാണത്തില്ലല്ലോ. അതുകൊണ്ട് പൂവ് കഴിഞ്ഞതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ തേയില വെള്ളമൊക്കെ ചെടിക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ. വൃത്തിയാക്കാൻ നോക്കി എന്നും അതിന് നേരം കാണുള്ളൂ. കാരണം നല്ല മഴ ആയതുകൊണ്ട് പുല്ലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു നമ്മുടെ ബോർഡർ ഗ്രാസ് ഞാനൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഹൈറ്റൊന്നും വെപ്പിക്കാണ്ട് ആ ഒരു ലെവലിൽ തന്നെ, ആ ഒരു വീതിക്ക് തന്നെ വരത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വാണ്ടറിങ് ജൂ ഒന്ന് അതിൻ്റെ ഒരു കട്ട് ചെയ്തെടുക്കണം. വാണ്ടറിങ് ജൂ ഒരുപാടങ്ങ് ഇവിടെ പടർത്താൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഒത്തിരി പടർന്നു കഴിയുമ്പോൾ ബാക്കി ചെടിയൊന്നും അങ്ങനെ കാണാൻ പറ്റില്ലാതെ വരില്ലേ. അപ്പം ഇങ്ങനെ വളരുന്നതനുസരിച്ച് കുറേശ്ശെ കട്ട് ചെയ്ത് മാറ്റാമെന്ന് വെച്ചു. നമുക്ക് വേറൊരു ചട്ടിയിലേക്ക് ആക്കാം. അപ്പം അത് വെക്കാൻ പോകുന്ന സ്ഥലം ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം എല്ലാം ചട്ടിയിലൊക്കെ ഒന്ന് ആക്കി ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഭാഗം വൃത്തിയാക്കിയിട്ട് അങ്ങനെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ്. അപ്പം നല്ല തിങ്ങി നിറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് വളർത്തില്ല, വളർന്നു വരുന്നതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വിടാം. അപ്പോൾ ഇതിൽ ചെറിയ പൂവും ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഇതിന് വേണ്ടി അങ്ങനെയൊക്കെയാണ് ഇമാജിൻ ചെയ്തേക്കുന്നത്. ഈ ഭാഗമാണ് ഞാൻ നീറ്റാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം കളയും തോറും പിന്നെയും പുല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മഴയല്ലേ. പിന്നെ നമ്മളുടെ പയർ വിത്തൊക്കെ ഇട്ടത് ഇത്രയായിട്ടുണ്ട്. അത് ആ മന്ദാരത്തിൽ ഇങ്ങനെ കുറച്ചൊക്കെ വള്ളി വരുമല്ലോ, അപ്പോൾ ആ മന്ദാരത്തിൽ കയറട്ടെ, എളുപ്പപ്പണി നോക്കിയാണ് അങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെന്താ, ഹാങ്ങിങ് മെലസ്റ്റോമയൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.